ചെറിയൊരു പണി പാളിയെന്ന് തോന്നുന്നു. കാരണം ആ വിഷമത്തിലാണെന്ന് തോന്നുന്നു അവിനാശ് ഇരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും MV വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം. അപ്പോൾ ഫ്രീഡത്തിലെ ഫ്രീ എടുത്തിട്ട് ഞങ്ങൾ ഇന്നൊരു ഫ്രീ ആയിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി നേരെ കോയമ്പത്തൂരിലേക്ക് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഒപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ഇഗ്നി, പിന്നെ അവിനാശമാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഒരു പ്ലാൻ എന്നുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 9 മണി 8:45 സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ കഴിഞ്ഞു അല്ലേ, ഇപ്പോൾ പട്ടിക്കാട് എത്താറായി. അപ്പോൾ ഇത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹോട്ടൽ ആര്യാസൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് ദോശ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ട് പിന്നെ മുമ്പിലോട്ട് നീങ്ങാമെന്നാണ് കരുതുന്നത്. നമ്മളങ്ങനെ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ കയറിയപ്പോൾ തന്നെ ആ ഒരു ക്ലൈമറ്റിലെ ചേഞ്ച് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പുറത്തൊക്കെ നല്ല ചൂടാണ്. കാറിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയാൽ തന്നെ നന്നായിട്ട് അറിയാം. നല്ല വ്യൂ ആണ് രണ്ട് സൈഡിലും. ഇതൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം എത്ര മണിയായി? സമയം 12 മണി. എന്തായാലും നമുക്ക് തിരക്കൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലല്ലോ, പിന്നെ കുഴപ്പമില്ല. ആദ്യമൊക്കെ അങ്ങോട്ട് പോവാം, എൻജോയ് ചെയ്ത് തന്നെ പോവാം. നമ്മുടെ എവിടെയാണ് നമ്മൾ ഫസ്റ്റ് പോവാൻ ഉദ്ദേശിക്കുന്നത്? മോളിലേക്ക് പോവാം അല്ലേ? ഏത് മോളാണ് ഉദ്ദേശിക്കുന്നത്? ഇനി ബ്രോഡ്വേ ആണല്ലേ മോളുടെ? അവിടെ ഐമാക്സ് ഒരു തിയേറ്റർ ഉണ്ട്, അവിടെ പോയി നോക്കാം. നമ്മളിപ്പോൾ കോയമ്പത്തൂരുള്ള ബ്രോഡ്വേ എന്നുള്ള മോളിൽ തിരികെയാണ്. ഇവിടെ പാർക്കിംഗ് സ്ലോട്ടിലേക്ക് പാർക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ ഫാസ്റ്റാഗ് വഴിയാണ് കേട്ടോ മറ്റേ പാർക്കിംഗ് ഫീ എടുക്കുന്നത്. അത് നല്ല പരിപാടിയാണ് അല്ലേ? ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് പേ ഓൺ ചെയ്യേണ്ട ആവശ്യം, കാശ് പോയി. എന്നാലും 50 റുപ്പീസ് അല്ലേ കാണിച്ചേ അല്ലേ? 50 അല്ലേ കാണിച്ചേ എമൗണ്ട് അല്ലേ? ഇവിടെ താഴെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ്. നമ്മൾ ഈ മോളിലെത്തി. പക്ഷേ മോളിൽ അധികമൊന്നും ഇല്ല. സിനിമ തിയേറ്ററാണുള്ളത്, ഐമാക്സ്. അപ്പോൾ അവിടെ സിനിമ കാണണമെങ്കിൽ ടൈമിങ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അധികം നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് സിനിമ കാണാൻ പോകുന്നില്ല. മോളിൽ ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങാൻ പോവുകയാണ്. ഈ മോളിൽ അധികം ഒന്നും ഇല്ല. കുറേ ഷോപ്സൊക്കെ വരാൻ പെൻഡിങ് ഉണ്ട്. ശരി, നമ്മളിപ്പോ 3rd ഫ്ലോറിൽ നിന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇവിടെ 3rd ഫ്ലോറിൽ പബ്ബാണ്. പബ്ബിലേക്ക് എത്തിയപ്പോ തന്നെ അവര് പറഞ്ഞു സിംഗിൾസ് നോട്ട് അലൗഡ് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. തിരിച്ചു പോവാണ്. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തി. അപ്പൊ നമ്മള് മോളിൽ നിന്ന് എക്സിറ്റ് ചെയ്യാണ്. ഇവിടെ സിനിമ കാണാൻ വേണ്ടിയിട്ട് വരാം, അല്ലാതെ കടകളൊക്കെ വരുന്നേ ഉള്ളൂ. പിന്നെ ഏറ്റവും മുകളില് അതും 3rd ഫ്ലോർ, 3 ഫ്ലോറേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. 3rd ഫ്ലോറിൽ ഒരു പബ്ബും ഉണ്ട്. അത്രയുള്ള സംഭവം. നമ്മൾ എക്സിറ്റ് ചെയ്യാം. നമ്മളിപ്പോ അടുത്ത മോളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രൂക്ക് ഫീൽഡ് മോൾ.
നമ്മുടെ ബ്രോഡ്വേ മോളിന്റെ അവിടെ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ ആണ് ഗൂഗിളിൽ കാണിക്കുന്നത്. അങ്ങോട്ടേക്ക് പോവാന്ന് കരുതി. പിന്നെ ഒരു റിലേറ്റീവിനെ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ പുള്ളി വേറൊരു സംഭവം പറഞ്ഞത് റേസ് കോഴ്സ് എന്നുള്ളൊരു വാക്ക് വേ പറഞ്ഞു. ഇപ്പോൾ കുറച്ച് എന്താ പറയുക, ഉച്ച സമയം ആയതുകൊണ്ട് തൽക്കാലം മോളിലേക്കൊന്ന് പോയി നോക്കാം. പിന്നെ പ്ലാൻ എന്താണെന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ മോളിലേക്ക് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രൂക്ക് ഫീൽഡ്സ് മോളിൽ തിരികെയാണ്. അപ്പോൾ ഇതിൻ്റെ പാർക്കിംഗ് മോളിൻ്റെ അറ്റത്താണ്. ഇവിടെ നിന്നാണ് എക്സിറ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കേസിൽ കാണുന്നത് ഫസ്റ്റ് എൻട്രിയും എക്സിറ്റും ആണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സെറ്റപ്പ്. നല്ല ബ്ലോക്ക് ഉണ്ട് ഇവിടെ. ചെറിയൊരു പണി പാളിയെന്ന് തോന്നുന്നു. കാരണം ഇവിടെ അവർ പാർക്കിംഗ് ഫുള്ളെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. പാർക്കിംഗ് ഫുൾ. ഇവിടെ പാർക്ക് ചെയ്യാൻ നിവർത്തിയില്ല. നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും പാർക്കിംഗ് സ്പേസ് കിട്ടുമോ നോക്കാം. അടുത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് വരാം. കടകളുണ്ട്. ഇത് കുറേ കടകളുണ്ട്. അതിനേക്കാളും കൂടുതൽ കച്ചവട മനോഭാവമുള്ള കുറേ പേരും. അപ്പോൾ നമ്മുടെ ബ്രൂക്ക് ഫീൽഡ് മാളിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ആദിയോഗി കാണാനാണ്. ഇഷ ഫൗണ്ടേഷൻ്റെ ആദിയോഗി അവിടേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 24 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ സമയം 4:54, 5 മണി ആവാറായി. അവിടുത്തെ ലേസർ ഷോ തുടങ്ങുന്നത് 6:30 7 മണിക്കോ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനു മുമ്പ് അവിടെ പോവുക, സീറ്റ് പിടിക്കാം. അപ്പം നമ്മൾ മാളിൽ നിന്ന് ഫുഡ് കഴിച്ചത് കുറച്ചൊരു റേറ്റ് വന്നു. ഞങ്ങൾ കഴിച്ചത് എഗ് ബിരിയാണിക്ക് ഒരെണ്ണത്തിന് 225 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. മുകളിലങ്ങനെയാണല്ലോ. അല്ല അവിനാശേ, ആ വിഷമത്തിലാണെന്ന് തോന്നുന്നു അവിനാശ് ഇരിക്കുന്നത്. 255. അപ്പോൾ 3 പേർക്ക് 255. പിന്നെ ഒരു പനീറിൻ്റെ എന്തായാലും ഓർഡർ ചെയ്തു. പനീറിൻ്റെ 65. പള്ളിപ്പയം പനീർ 65 അല്ലേ. അതിൽ തേങ്ങയുടെ കൊത്തൊക്കെ ഉണ്ടായിരുന്നു. തേങ്ങ കൊത്തൊക്കെ ഇട്ട് അങ്ങനെ എന്തോ ഉണ്ടാക്കിയൊരു സാധനം. അതും ഓർഡർ ചെയ്തിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. സ്റ്റിൽ റേറ്റ് കുറച്ച് കൂടുതലാണ്. മോളല്ലേ, നോക്കിയിട്ട് കാര്യമില്ല.
നമ്മൾ ഏകദേശം എത്താറായി എന്ന് വേണം പറയാൻ. 6 കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ഇവിടുന്ന്. അപ്പൊ നമ്മള് എത്തിയിരിക്കുകയാണ്. ഇനി പാർക്ക് ചെയ്തിട്ട് മുമ്പിലോട്ട് നടക്കേണ്ടി വരും. അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോ ഫാസ്ടാഗ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ പാർക്കിംഗ് ഫീസ് അടക്കം ഫാസ്ടാഗിലൂടെ തന്നെ അവർ ഫെച്ച് ചെയ്യും. ഇപ്പൊ നമ്മള് ശരിക്കും ആദിയോഗി നമ്മുടെ സ്റ്റാച്യൂയുടെ ബാക്കിലൂടെയാണ് വരുന്നത്. ശരിക്കും ഇതിന് ഫ്രണ്ടിലൂടെയും ഒരു എൻട്രൻസ് ഉണ്ട്. മേ ബി അത് വേറെ റോഡായിരിക്കണം. ഗൂഗിൾ മാപ്പിലിട്ട് വന്നൊരു വഴിയാണ്. അപ്പൊ ഇത് നമ്മുടെ ആദിയോഗി സ്റ്റാച്യൂയുടെ ബാക്ക് സൈഡാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കുറേയധികം ആളുകൾ ഇവിടെ ആൾക്കാരെ കാണാം. മേ ബി ഇന്ന് ഓഗസ്റ്റ് 15 മുടക്കുള്ള ഹോളിഡേ ആയതുകൊണ്ടായിരിക്കണം ഇത്രയും തിരക്ക്. എന്തായാലും ക്ലൈമറ്റ് അത്രയും പ്രോബ്ലം ഇല്ലാത്തൊരു ക്ലൈമറ്റ് തന്നെയാണ്. മഴയൊന്നുമില്ല, മഴക്കാറില്ല. ലേസർ ഷോ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുന്നത് 5:52 6 മണിക്ക് ഇനി 8 മിനിറ്റ് ബാക്കി. എല്ലാവരും ഏകദേശം സീറ്റിംഗ് ഉറപ്പിച്ച് കഴിഞ്ഞെന്ന് പറയാം. എന്നാലും കുറച്ച് പേര് കൂടി ഇരിക്കാനുണ്ട് ബാക്കി. എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിലുള്ള വ്യൂ കിട്ടുള്ളൂ. Imaging show every day at 7 p.m. For a better experience, please remain seated in the seating area throughout the show. Kindly avoid standing during the show. Also, please avoid using your mobile phone torchlights during the show. There will be an offering of Arati to the Yogeshwar Linga after Adiyogi Divya Darshanam. We will begin this evening with a musical offering.
നമ്മുടെ ഷോ കഴിഞ്ഞു. ഇങ്ങനെ എന്തായാലും ഓൾറെഡി കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. അഭിനാശ് അടുത്ത് ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഷോ? എങ്ങനെയുണ്ടായിരുന്നു ഷോ? ആയതുകൊണ്ട് അവസാനം സർപ്രൈസ് ആയി പോയില്ല. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഒരു അതെ അതെ, അതും കാണാൻ പറ്റി. അതെ അതെ, ശരിയാ. അങ്ങനെ ആദിയോഗി ലേസർ ഷോ കണ്ട് മടങ്ങുകയാണ്. നേരെ ഇനി പാലക്കാട് വഴി തൃശ്ശൂർ വഴി കൊടുങ്ങല്ലൂർ. തൃശ്ശൂര് അവിനാശ് ഇറങ്ങും. ഇപ്പോൾ ഞാൻ പാലക്കാടേക്കുള്ള മാപ്പ് ഇട്ടിട്ടുണ്ട്. മാപ്പിൽ കാണിക്കുന്നത് അറൈവൽ ടൈം 9:36 PM ആണ്. 71 കിലോമീറ്റേഴ്സ് നടക്കണം. 1 മണിക്കൂർ 52 മിനിറ്റ്, 2 മണിക്കൂറിൻ്റെ അടുത്താണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒരു കോയിൻസിഡൻസ് എന്ന് പറയാം, നമ്മുടെ മുമ്പിൽ ഇതാ ഒരു KL47 വണ്ടിയാണ്. കൊടുങ്ങല്ലൂർ വണ്ടിയല്ലേ, കംപ്ലീറ്റ് നമ്പർ കാണിക്കുന്നില്ല, അവരുടെ പ്രൈവസി. ഒരു ബ്ലൂ സ്വിഫ്റ്റ് പോകുന്നു ഫ്രണ്ടിൽ. നമ്മളങ്ങനെ യാത്ര അവസാനിക്കാൻ പോവാണ്. ഞങ്ങളിപ്പോൾ A2B റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഈ യാത്ര എൻ്റെ ആണ്. ഇവിടെ ഈ വ്ളോഗും എൻ്റെ ആണ്.